2026 കാറ്റഗറി 1 ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാറ്റഗറി 1 കോഡ് ഡി ആണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു. ഇത് ഏത് രീതിയാണ്? ആൻസർ കേസ് പഠനം, സർവേ പഠനം, നിരീക്ഷണം, പരീക്ഷണം. അതിൻ്റെ ആൻസർ വരുന്നത് കേസ് പഠനമാണ്. ബട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ഓപ്ഷൻ നോക്കിയാൽ കേസ് പഠനം എന്നുള്ളിടത്ത് എ സർവേ എന്നും ബി കേസ് സ്റ്റഡി എന്നുമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രൊമിത്യു എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥി പഠനത്തിൽ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും അക്കാദമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എ ശക്തമായ പ്രചോദനം, ബി ഉയർന്ന ബുദ്ധിശക്തി, സി നല്ല പഠനശീലങ്ങൾ, ഡി പ്രചോദനത്തിൻ്റെ അഭാവം. അവിടെയും നല്ല പഠനശീലങ്ങൾ എന്നുള്ളിടത്ത് എന്താണ്? സി ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നാണ് തന്നിരിക്കുന്നത്. പ്രചോദനത്തിൻ്റെ അഭാവം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് തന്നിരിക്കുന്നത്. പ്രചോദനത്തിൻ്റെ അഭാവം എന്നുള്ളിടത്ത് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കോഡ് ഡി 7th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 18th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത്? സജീവ പങ്കാളിത്തം, വിദ്യാർത്ഥിയുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, അധ്യാപക ആധിപത്യം, ചെയ്തു പഠിക്കുക. ആൻസർ വരുന്നത് സി ആണ്, അധ്യാപക ആധിപത്യം. അത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മാത്സിലെ ഒരു ക്വസ്റ്റ്യനാണ്. മാത്സിൽ സ്കൂളിൽ 59 സ്കൂളിൽ ഗണിത ക്ലബ്ബ് രൂപീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശ്യം. ആൻസർ തന്നിരിക്കുന്ന പഠിതാവിനെ ആകർഷിക്കുന്നതിനെന്നുള്ളതാണ്. അത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ആൻസർ വരേണ്ടത് അമൂർത്തത കുറയ്ക്കുന്നതിന് ഡി ഓപ്ഷനാണ്. ഓപ്ഷൻ എ മാറ്റിയിട്ട് ഓപ്ഷൻ ഡിയിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് 77th. ഒരാവാസ വ്യവസ്ഥയിൽ ഊർജ്ജപ്രവാഹം ചുവടെ തന്നിരിക്കുന്നവയിൽ എപ്രകാരമാണ്? ആൻസർ വരേണ്ടത് ഏകദിശയിലാണ്, ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്കും വിഘാടകരിലേക്കും. അത് ആൻസർ തെറ്റായിട്ടാണ് പരീക്ഷാഭവൻ്റെ പ്രൊവിഷണൽ കീയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. 10th ബയോളജി ടെക്സ്റ്റിലോ ഏതെങ്കിലും ബയോളജി ടെക്സ്റ്റിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ആൻസർ ഉള്ളത്.